എല്ലാവർക്കും സുഖാണോ? ഇന്ന് ഞാൻ ഒരു കഥ പറയാവേ. കൂട്ടത്തിൽ കൊച്ചിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടെ. എന്താ ട്രാൻസിഷൻ, ഇനി ഞാൻ മേലെ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? കഥ. എന്നെ വളരെ വേണ്ടപ്പെട്ടവർക്കറിയാം, ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്നൊരു ദിവസം രാത്രി തോന്നിയ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഞാനൊരു യൂട്യൂബ് ചാനലും തുടങ്ങി. യൂട്യൂബിൽ വീഡിയോ ഇടാനൊക്കെ തുടങ്ങിയപ്പം ഓഫീസിലും അതുപോലെ നമ്മളെ നേരിട്ട് കാണുന്ന കുറേ ആൾക്കാരും എന്നോട് ചോദിക്കാനിടയുണ്ടായി, എന്താ ഒരു പെട്ടെന്നൊരു മാറ്റം എന്നൊക്കെ. എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും മോശം കാലഘട്ടം എന്ന് ഞാൻ തന്നെ വിശേഷിപ്പിക്കുന്ന കുറച്ച് മാസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയത്. സത്യത്തിൽ പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് എത്തുമ്പോൾ ആ ഇവൻ്റ് കഴിഞ്ഞിട്ട് 1 വർഷം ആകുവാണ് കേട്ടോ. ആ ഒരു ഇവൻറ്റിന് ശേഷം എനിക്ക് എന്തുമാത്രം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞറിയാണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എൻ്റെ ബോഡി തന്നെ എൻ്റെ അടുത്തേക്ക് ഓരോരോ സിഗ്നൽസ് തരുന്നുണ്ടായിരുന്നു, നന്ദനെ നീ നാശത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഈ കണ്ടകടിച്ചാണ് ജങ്ക് ഫുഡ്സൊക്കെ മേടിച്ച് കഴിക്കുന്നതായിരുന്നു. മിക്ക ദിവസവും ഞാൻ ചോക്ലേറ്റ് മേടിച്ച് രാത്രി കഴിക്കും. അങ്ങനെ കഴിച്ച് ഈ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എനിക്കൊരു 6 കിലോ വെയിറ്റ് വെച്ചു. 5 മിനിറ്റ് സമയം കിട്ടിയാൽ ഞാൻ അപ്പൊക്കെ ഇരുന്ന് ബുക്ക് വായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാങ്ക എടുത്ത് വായിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അതിനൊന്നുമുള്ള മോട്ടിവേഷൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇല്ലായിരുന്നു. ഞാനൊരു 5 മിനിറ്റ് സമയം കിട്ടിയാൽ അപ്പം ഇരുന്ന് ഞാൻ കരയും. എൻ്റെ അപ്പുറം ഒരു കൊളീഗ് ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും എനിക്ക് മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ പറ്റത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കരയും. അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. എന്നോട് ആരെപ്പോൾ ഈ കാര്യത്തിനെപ്പറ്റി ചോദിക്കുന്നു അവിടെ നിന്ന് ഞാൻ കരയും. ഒരു വല്ലാത്തൊരു വൃത്തികെട്ട ഒരു അവസ്ഥയായിരുന്നു കുറേ നാൾ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഒരുപാട് സഹിച്ചായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. അത് വേറെ ആരെ എഫക്റ്റ് ചെയ്തില്ല, എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആൾക്കാരല്ലാതെ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി അങ്ങനെ ജീവിക്കണ്ട, ഇനി കുറച്ച് പ്രൊഡക്റ്റീവ് ആകാം എന്നൊക്കെ. അപ്പോൾ പിന്നെ തോന്നി, എന്നാൽ യൂട്യൂബും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ വെറുതെ സമയം ഇരിക്കുന്നു. അപ്പം ചുമ്മാ ഇരുന്ന് ചിന്തിച്ചു കൂട്ടാതെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാമല്ലോ. എവിടെയൊക്കെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പഴയ സ്പാർക്ക് ഉണ്ടല്ലോ, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ജേണിയാണിപ്പോൾ. അതുമാത്രമല്ല, എനിക്കെൻ്റെ പ്രോഗ്രസ്സും ഇവിടെ ട്രാക്ക് ചെയ്യാം. പിന്നെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് എന്നെപ്പോലെ ഇങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ തന്നെയല്ല, ഇവിടെ ഞാനും ഉണ്ട് എന്നെനിക്ക് അറിയിക്കാമല്ലോ. സംസാരിച്ച് എവിടെയോ എത്തി. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പോട്ടെ, ടാറ്റാ.